അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിതാക്കും സുഖം തന്നെ. ചിരി വരുന്നുണ്ട് നിങ്ങൾക്ക്? ചിരിക്കാൻ തോന്നലേക്ക് ചിരി വരും, ചിരിക്കാൻ തോന്നാത്തവർക്ക് ചിരി വരൂല. ചെറിയ ആളെല്ലാത്തും മസിൽ പിടിച്ചങ്ങ് നിൽക്കും. മസിലൊന്നും പിടിച്ച് നിൽക്കല്ല, ചിരി സൗന്ദര്യം കൂടും. എൻ്റെ എല്ലാം പോക്കിയാ മിഷൻ്റെ അന്ന് വലിച്ചിട്ട് ചിരിയിൽ സൗന്ദര്യം വരും, ആയുസ് കൂടും, ബർക്കത്ത് കൂടും, സൗന്ദര്യം വെക്കും. ചിരി നാരിക്ക് കള്ളച്ചിരി, മാരനെ കാണുമ്പോ മാറിക്കളി എന്നുള്ള പാട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പം അതിനൊന്നല്ല വന്നത്. നിങ്ങൾ ഈ സാബിറ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന വീഡിയോസിൻ്റെ താഴെ ഒരു വെളുത്ത നിറയനോളി കറുത്ത നിറത്തിൽ ഒരു എഴുത്ത് കാണും, ഒരു ഇങ്ങനെ പെട്ടി പോലത്തെ. അത് നിങ്ങൾ തൊടുക. ഈ ചാനലില് വലിയൊരു ഇത് ഈ ചെറിയ ചാനലില് വെളുത്ത അത് ചെറിയ ഷോർട്ട് ചാനലിൻ്റെ അകത്ത് വെളുത്ത നിറത്തില്, വലിയ ചാനലിൽ കറുത്ത നിറത്തില് ഒരു പെട്ടി പോലത്തെ അകത്ത് സബ്സ്ക്രൈബ് എന്ന് കാണാം. അതങ്ങ് തൊട്ട് കൊടുത്താൽ ഭയങ്കര സബ്സ്ക്രൈബായി. ഇതെല്ലാം പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളാകട്ടെ. ഇന്ന് ഞാൻ മീനുമായിട്ട് വരുന്ന ഒരുപാട് ഏറെല്ലോളം കുട്ടികൾ സ്കൂൾ വിട്ടു. അബിതാ നിങ്ങളെ ഫാൻസാണ്. ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നിങ്ങളെ ഫാൻസാണ്. ഓരോ ഉമ്മാരുമ്മ വരെ ഫാൻസാകുമല്ലോ. ഇതാ മകളെ, ഞാൻ ചോദിച്ചു കുട്ടികളോട് ഇങ്ങനെ ഫാൻസാകും മക്കളെ, ഞാൻ എന്താ നിങ്ങളെ പ്രായത്തിലുള്ള ആളേറ്റാ? എന്താണെന്നറിയില്ല അബിത്ത നിങ്ങളെ ചായപ്പിടിക്ക്. ഏത് ഇല്ല തുറക്കറ് പോറ് ഞാൻ പൂട്ടിയിട്ടതാ. അങ്ങനെ എന്താ മക്കളെ പറയുന്നാൽ ആരൊക്കെയോ എന്തൊക്കെയോ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്. സാബീത്താണ്ട് എത്ര പറഞ്ഞാലും സാബീത്ത നന്നാവൂല. അതല്ലേ ഓർക്ക് പൈസ കിട്ടണ്ടേ? എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് ആള് വീഡിയോസ് ഇടുന്നില്ല. സാരമില്ല, ഓർക്ക് പൈസ കിട്ടട്ടെ. ഓല് നമ്മളെ കൊണ്ട് പൈസ പോന്നാ നൊറ്റപ്പൊട്ടിങ്കാരടാ ഞാൻ കുറ്റിയിടും. കാരടാ നമ്മളെ ഫോട്ടോ വെച്ച് ഓലിക്ക് പൈസ കിട്ടുമെങ്കിൽ നല്ല ഗുണമല്ലേ? യൂട്യൂബ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാ. അല്ലാണ്ട് ഓരോ തറവാട്ടിലുള്ള പ്രശ്നങ്ങളും കുലുമാലുകളും കച്ചറകളും അല്ലെ നന്മകളൊന്നും എല്ലാവരും യൂട്യൂബിൽ കൊണ്ടുവന്ന് പറയുന്നത്. യൂട്യൂബിലുള്ള പോലെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ തിന്നോ. ഇതാണ് യൂട്യൂബ് വരുമാനം. യൂട്യൂബ് ബിസിനസ്, യൂട്യൂബ് വരുമാനം അതാ. ഞാൻ ആരെയും കൂടെ തിന്നലില്ലാലും മക്കളെ. എൻ്റെ വീഡിയോസ് എടുത്ത് ഓല് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓലിക്കുള്ള മറുപടി കൊടുക്കുന്നത്. ചവിട്ടിയാക്കടിക്കാത്ത പാമ്പുണ്ടോ പറയാൻ കൊണ്ടുവന്ന അതൊന്നല്ല. സാബീത്താണ്ട് പറഞ്ഞിട്ട് എന്താ? ഓള് നന്നാവുമൊന്നുമില്ല. ഇല്ല, നന്നാവൂല. അത് നിങ്ങൾ കാത്തുത്തിരിക്കണ്ട. ഞാൻ നന്നാവണമെങ്കിൽ നിങ്ങൾ നന്നാവണം. നിങ്ങൾ നന്നാവ്. നിങ്ങൾ 24 മണിക്കൂറും ഫോണിൻ്റെ അകത്തുനിന്ന് ഞാൻ ദിവസം 10 വീഡിയോസ് ഇട്ടാലും 10 വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ കാണുന്നു. എന്നിട്ട് കമൻറ്റ് ഇടുക. നിങ്ങളെ കണ്ണ് നരകത്തിലല്ലേ? 24 മണിക്കൂർ യൂട്യൂബ് എന്തെല്ലാം കാണുന്ന നിങ്ങളെ കണ്ണ് നരകത്തിലല്ലേ? നിങ്ങൾ നന്നാവ്. ഞാൻ നന്നാവൂല. നിങ്ങൾ എത്ര കമന്റ് ഇട്ടാൽ ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആക്കുകയേ ഇല്ല. നിങ്ങൾ എത്ര കമന്റ് ഇട്ടാലും ആനയല്ലേ കുതിരയല്ലേ ആകാശം മിടിഞ്ഞിങ്ങി വീഴുവേ, പെണ്ണേ നരകമാണ് കുറ്റമാണ്, മണ്ണേ മണ്ണോ സൊന്നോ മറ്റൊന്നും കാര്യമില്ല. നന്നാവൂല. നിങ്ങൾ നന്നാവ്. നിങ്ങളെ ടച്ച് ഫോൺ നിങ്ങൾ മാറ്റി വെക്ക്. 24 മണിക്കൂറും ഫോണിൻ്റെ അന്ന് മുങ്ങിത്തപ്പി പലതും കണ്ട് എന്നോട് പറയുന്ന അടങ്ങ് നന്നാവ്. നിങ്ങൾ നന്നാവ്. അല്ല നിങ്ങളോട് ചോദിക്കും, എടോ സാബിറ വീഡിയോസ് ഇടുന്നു, നീ എന്തെല്ലാം ഫോണ് കണ്ട് കുത്തിരിക്കുന്ന? എടോ ഇഞ്ച കണ്ണ് നരകത്തില്ല? അന്യ പുരുഷനെയും അന്യ സ്ത്രീകളെയും കണ്ട ഇഞ്ച കണ്ണ് നരകത്തില്ലെന്ന് നിങ്ങൾ കാണുന്ന ആണിനോടും പെണ്ണിനോടും അല്ല ചോദിക്കൂല. അപ്പൊ നിങ്ങളും നരകത്തില് ഞാൻ നരകത്തില്. വീഡിയോസ് നിർത്തിയ ഞാൻ സ്വർഗത്തില്, കാണാണ്ട് നിന്നാ നിങ്ങളും സ്വർഗത്തില്. അമ്പട വീരപ്പ എല്ലാണ്ട് എന്നോട് പറയും, പെണ്ണേ എനിക്ക് ദുനിയാവ് മതിയോ, സ്വർഗം വേണ്ടേ എൻ്റെ മളെ, നാട്ടേറും വീട്ടേറും മളേന്ന് പറയും. എനിക്ക് ചിരി സത്യമായിട്ട് ഈ വാക്കുകൾ പറഞ്ഞിട്ട് മതിയായിരുന്നില്ല. എന്തുകൊണ്ടാന്നാ? നിങ്ങളല്ലേ ഈ കമന്റ് ഇടുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് 24 മണിക്കൂർ നിങ്ങളെ കൈ ഫോണായത് കൊണ്ടല്ലേ നിങ്ങൾ കമന്റ് ഇടുന്നത് അല്ലേ? മളെ എനിക്ക് കുറ്റമല്ലേ ഇത്? നരകത്തിലല്ലേ?
ഒരു മുസ്ലിം അല്ലേ വന്നിട്ട് ഇങ്ങനത്തെ ഉള്ളിക്കളിക്കുന്ന പെണ്ണേ. ഞാൻ പരസ്യമായി തുള്ളും, നിങ്ങൾ രഹസ്യമായി ഫോണിന്ന് പലതും കാണുന്നു, പലതും ചെയ്യുന്നു അല്ലേ. പലരും പറയുന്ന കുറ്റങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു. അയ്യ മലപ്പുറം മാരിഫയും മറ്റേ ഷെരീഫും മറ്റുള്ളവരും പറയുന്നതൊക്കെ നിങ്ങള് ഇങ്ങനെ രഹസ്യമായി കേൾക്കുന്നു. ചെവി നരകത്തിലാ, കണ്ണ് നരകത്തിലാ. രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒരേ കുറ്റം തന്നെയാ. കുറ്റം ഒന്ന് മനസ്സിലായോ? നിങ്ങൾ നന്നാ സബീത്താൻ എത്ര പറഞ്ഞാലും നന്നാവൂല. നിങ്ങൾ പറഞ്ഞല്ലോ, ഇല്ല ഇല്ല, നിങ്ങൾ വെറുതെ കമന്റ് ഇട്ട് നന്നാവൂല. നിങ്ങൾ നന്നാ, നിങ്ങൾ ആദ്യം നന്നാ. നിങ്ങൾ നന്നാവോ? നിങ്ങൾ നന്നാവോ? നിങ്ങൾ നന്നായാൽ നമ്മളും നന്നാവും. ഞാൻ മാത്രമല്ല, കുട്ടുമക്കൂട്ടു, സൈനേത്ത, ബീബീത്ത, മറിയേത്ത, ഇഷ്ടാലയിലേത്ത, കൊറേ 40 വയസ്സ് കഴിഞ്ഞോളങ്ങൾ പറയുന്നുണ്ടല്ലോ. ബാല്യക്കാത്തേക്ക് എന്തും കളിക്കാം. ഓല ചുരിദാറിന്റെ ടോപ്പങ്ങ് പൊങ്ങുമ്പം നല്ലൊരു സുഖം. ഓല ടൈറ്റായ പാൻറിന്റെ കാണുന്നേരം വല്ലാത്ത സുഖം. തന്തമാറ് പാൻറ്, തന്തമാറ് നല്ലോണം പിന്നെ ഇത് ഫർദ ഇട്ടിട്ടും മക്കനിട്ടിട്ടും ഒക്കെ വരുന്നേലേ കാണാനൊന്നും കിട്ടുന്നില്ല. കാണാൻ കിട്ടാത്ത കുഴപ്പ. എല്ലാണ്ട് വീട്ടമ്മേനെ വരെ ആർക്കും ബലാത്സംഗം ചെയ്യുന്ന കാലഘട്ടമായി. പെണ്ണല്ലെങ്കിൽ ഒന്ന് പെറ്റാ പോയത് എന്ത് തള്ളച്ചി, എന്ത് ഭാര്യക്കാരത്തി. ഒന്ന് പെറ്റ പെണ്ണിന്റെ എല്ലാം പോയി. പിന്നെന്താ വെറു പൊട്ടപ്പാറല്ലേ നിങ്ങൾ, പൊട്ടപ്പാറല്ല. പെണ്ണ് ഒന്ന് പെറ്റാൽ തന്നെ എല്ലാം പോയി. ഞാൻ മലയാളത്തിൽ പറഞ്ഞേണ്ണ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ. പിന്നെ തള്ളച്ചിയും തന്തച്ചിയും. എൻ്റെ മോളെ നബീസുമ്മ മണാലി പോയിട്ട് കുറച്ച് മണ്ണ് അല്ല കുറച്ച് മഞ്ഞ് വാരിയനല്ലേ ഉള്ള ഉസ്താദുമാർ രംഗത്തിറങ്ങിയത്. പറഞ്ഞു ആ നബീസുമ്മ പോയ മണാലിൽ എത്ര ബാല്യക്കത്തുകളുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല. നബീസുമ്മ വാരിക്കളഞ്ഞു. എന്തുകൊണ്ടത് പറയൂല? കാരണം വെച്ചാൽ ഇപ്പറയുന്ന പോലെ പറയുന്നത് പറയുന്ന പോലെ പറഞ്ഞ പോലെ വീട്ടിലെല്ലാം ഉണ്ട് പെൺകുട്ടികള്. ഇൻസ്റ്റാഗ്രാമെന്ന് തോണ്ടുന്ന്, ജീൻസ് പാൻറ് ഇടുന്ന്, ചെറിയ കുപ്പായ ഇടുന്ന്, ഇൻസ്റ്റാഗ്രാമെന്ന് പലതും കാട്ടുന്ന്, കളിക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു. ഒരു ബാല്യക്കത്തികളെ പറയാറേ നിങ്ങൾ ഉത്താതെ. ഞങ്ങളെ മക്കളുണ്ട്, നാളെ മക്കൾ കളിക്കുന്ന. അതുകൊണ്ട് ബാല്യക്കത്തികളെ പറയാറാ. 40 വയസ്സ് തള്ളമാർ എന്തെങ്കിലും പറയാ ഉസ്താദെ. മനസ്സിലാക്കണേ നിങ്ങൾ ഉസ്താദെ, പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കി കേട്ടാ. എന്തിനാ പറയുന്നത് പോലെ. ബാല്യക്കാത്തുള്ളി തുള്ളിക്കോളിയും ബാല്യക്കത്തുള്ളി കളിച്ചോളിയും. ഞാൻ ഇപ്പൊ അതല്ല വല്ല കൊണ്ടുവന്ന് നന്നാവുന്ന കാര്യം. സബീത്ത നന്നാവൂല എന്ന് പറഞ്ഞു അല്ലേ. നിങ്ങൾ നന്നാവൂല നിങ്ങൾക്ക് തോന്നിയല്ലോ. നിങ്ങൾ നന്നാവ്. നിങ്ങളെ ഫോൺ നല്ലടോ. ഇതെന്തുന്നാ സാബീത്ത ഹലാലല്ല ഹറാമെന്ന് ചോദിക്കുമ്പോ അത് നിങ്ങൾ കണ്ടിട്ടല്ലേ, നിങ്ങൾ കാണുന്നില്ലേ? ഈ സാബീത്താന്റെ ഇപ്പൊ നിങ്ങൾ കയ്യും കയ്യാ കാണുന്നുള്ളൂ. ഓരോരോ പെണ്ണിന്റെ ഇങ്ങനെ കാണിച്ചേണ. ഇവിടെ ബ്ലൗസ് ഇവിടം വരാ. ബ്ലൗസ് ഇങ്ങനെയാ ഇവിടം വരെ എല്ലാം. ഞാൻ പറയണ്ടില്ലാലും കാണിക്കണ്ടേ, നിങ്ങൾക്കറിയാലോ അല്ലേ. ഏടയല്ല എന്തെല്ലാം പുറൊന്നും പറയണ്ട. ബേക്കോ മുന്നോ ചത്തിയൊന്നും പറയണ്ട. ഇതെല്ലാം കണ്ട് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമെന്നും ഫേസ്ബുക്കിന്നും കണ്ടാസ്വദിച്ച് കണ്ണ് വെച്ച് കുത്തിരിക്കുന്നില്ലേ നിങ്ങള്? ഇങ്ങക്ക് സ്വർഗമാണ് എന്ന് നിങ്ങൾ കരസ്ഥമാക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു ഓരോ അവയവങ്ങളെ കൊണ്ടും ചോദ്യം ചോദിക്കുന്നതാണ്. ഓരോ അവയവങ്ങളെ കൊണ്ടും ഉത്തരം പറയിപ്പിക്കുന്നതാണ്. കമന്റ് ഇടുന്നവരോട് പറയാ, നിങ്ങൾ നിർത്തുവോ? ഞാനും നിർത്താം. നിങ്ങളെ ടച്ച് ഫോൺ നിങ്ങൾ കയ്യിൽ നിന്ന് താഴെ വെക്കോ, സ്വിച്ച് ഓഫ് ആക്കി വെക്കോ? ഞാനും നിർത്താം. ഇത് എന്നെ മാത്രം നിർത്തിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാവുക അയക്കണ്ട പറയണം. പക്കെങ്കില് ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലാവോ? എന്നെ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയിട്ട് അത്ര കോണേന്നു നിർത്തിത്തരാം. ഹലാലല്ലേ ഹറാമല്ലേ, ഒരു ദീനായി ഇത് ഇസ്ലാമിതായി ഇത് വള്ളച്ചി തള്ളച്ചി കടങ്ങറോ. എന്താ ബലിയാക്കാലത്ത് ഇങ്ങക്ക് അടങ്ങണ്ട, ഇങ്ങക്ക് സ്വർഗം തന്നെ കിട്ടൂന്ന് പറഞ്ഞേക്ക്. നിങ്ങൾ നിർത്താതെ നിങ്ങളെ ടച്ച് ഫോൺ ഉപേക്ഷിക്ക്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലത്തെ വീഡിയോസ് കണ്ട് കുറ്റവും കുറവും കാണലും കേൾക്കലും
ഞങ്ങളെ മോശമായി പറയലും കണ്ട് കുത്തിരിക്കും. നിങ്ങൾ നിർത്ത്. അതും കുറ്റം തന്നെയാ, അതും കുറ്റം തന്നെയാ. ആ ഇങ്ങോട്ട് മാത്രം പറഞ്ഞാ പോരാ, അതും കുറ്റം തന്നെയാ. ഞങ്ങൾക്ക് കുറ്റം, ഞങ്ങൾക്ക് കുറ്റം, ഞങ്ങൾക്ക് കുറ്റം, ഞങ്ങൾക്ക് അറാമ, ഞങ്ങൾക്ക് അലാല്, നിങ്ങൾക്കായൊന്നുമില്ല. നിങ്ങൾ നിർത്ത്, നിർത്തടോ, നിർത്ത്. ആർക്ക് നിർത്ത? ഇങ്ങക്ക് ജീവിക്കാനാവോ ആ ഫോണില്ലാണ്ട്? ഇങ്ങക്ക് വാട്സപ്പും ഫോണും ഇല്ലാണ്ട് ഇങ്ങക്കും നിങ്ങളെ മക്കൾക്കും ജീവിക്കാനാവോ? ഇല്ല. നിങ്ങളെ മക്കളെ കയ്യിൽ നിന്ന് ഫോണിങ് വാങ്ങി നോക്ക്. വലിയക്കാരത്തി പെൺകുട്ടീൻ്റെയും വലിയക്കാരത്തിന് ആൺകുട്ടീൻ്റെയും കയ്യിൽ നിന്ന് ഫോണിങ് വാങ്ങി നോക്ക്. അല്ലെങ്കിൽ കുട്ടികളെ കയ്യിൽ നിന്ന് ഫോണിങ് വാങ്ങി നോക്ക്. പിറ്റേ രാവിലത്തേക്ക് ഫേനും വന്ന് തൂങ്ങുന്ന കാണാം. ആദ്യം അതടക്കടോ. ആദ്യം സ്വന്തം പൊരയിലെ കുട്ടികളെയും മക്കളെയും ഒന്ന് അടക്കടോ. ഓല കയ്യിൽ നിന്ന് ഫോണൊന്ന് മാറ്റി വെക്കടോ. എന്നിട്ട് ഈ തള്ളച്ചീനിയും തന്തച്ചീനിയും പറയാ. ആദ്യം സ്വന്തം പൊരയിലുള്ളത് നോക്ക്. നിങ്ങൾ 24 മണിക്കൂർ ഇട്ട് കൊടുത്തിട്ട് പറയാവാ. നിങ്ങളെ പുരക്കാരോട് പറയാവാ, മക്കളോട് പറയാവാ. പറഞ്ഞു നോക്കണം. പിന്നെ ഉണ്ടാവും പേനിന്റെ മുകളിലല്ലേ കുളിമുറി പോയിട്ട് കക്കൂസ് പോയി തൂങ്ങിക്കുണ്ട. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നല്ല. ആദ്യം നിങ്ങളടങ്ങ്. എന്നോട് പറഞ്ഞു ഞാൻ അടങ്ങൂല. ഞാൻ അടങ്ങണേ നിങ്ങൾ അടങ്ങണ്ടേ? നിങ്ങളെ വീട്ടുകാരടക്ക്. എന്നോട് പറഞ്ഞിട്ട് നിങ്ങളെ പുരക്കാരോട് പറയാൻ പറ്റുവാ? അല്ലേ നിങ്ങളെ മാപ്പിളിനോടൊന്ന് പറഞ്ഞു നോക്ക്. മനുഷ്യ എന്തെന്നാ പോണെന്ന് കാണുന്ന അവിടെ ബുക്കേനാ പറഞ്ഞ അന്യ പുരുഷൻ അന്യ സ്ത്രീകളെല്ലാം നിങ്ങൾ കുത്തും ചെയ്യാന്ന് പറഞ്ഞു നോക്ക്. ഡിവോഴ്സ് കണക്കാ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും കേസായിട്ട്. ഇനി ഭർത്താവ് ഭാര്യനോടൊന്ന് പറഞ്ഞു നോക്ക്. പോണം. ഓളടത്തേക്കുണ്ടാവും. 6, 7, 8, 9, 10 വയസ്സുള്ള മക്കളോട് പറഞ്ഞു നോക്ക്. 16, 17, 18, 19, 20 വയസ്സുള്ള പെൺകുട്ടിയോട് പറഞ്ഞു നോക്ക്. ആൺകുട്ടിയോടും പെൺകുട്ടികളോട്. നിങ്ങൾക്ക് അടക്കവും പറ്റുടോ. നിങ്ങൾ അതടക്കടോ. നിങ്ങളെ പൊരയിലെ മക്കളെ അടക്കടോ. നിങ്ങൾ അടക്ക്. എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാളപ്പുറത്തോലോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞമ്മക്കൊരു കണ്ടന്റ് ആവും നിങ്ങളോട് ഇങ്ങനെ അട്ടായിക്കുമ്പോ. ഓക്കെ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. നിങ്ങളെല്ലാം നല്ല മുത്തുമണികൾ തന്നെയാണ്. നിങ്ങളെല്ലാം നല്ല മുത്തുമണികൾ തന്നെയാണ്. ഇതിപ്പോ എന്ത് പറയാനോടോ? സാബീത ഇപ്പൊ ഡേഷൻ നിർത്തുന്നില്ല. നിങ്ങളെ കുട്ടികൾ പോണത് വെക്കൂല. നിങ്ങളെ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കൂല, ഫോണും ഒഴിവാക്കൂല, പ്രേമം ഒഴിവാക്കൂല. ഇപ്പൊ സാബീത്ത് ഇപ്പൊ തുള്ളലും നിർത്തൂല. ഇതിപ്പോ ആരോടാ പറയാ? ഇതിപ്പോ എന്താ ചെയ്യാ? അതുകൊണ്ട് എന്ത് പറയണം? നിങ്ങളും പറയണ്ട, ഞാനും പറയുന്നില്ല. സബ്സ്ക്രൈബ് അങ്ങ് ചെയ്തോട്. സബ്സ്ക്രൈബ് ചെയ്തോട്. നിങ്ങൾ എന്നെ കാണുന്ന വീഡിയോസിന് താഴെ ഉണ്ടാവും പിന്നെ വെളുത്ത നിറത്തിലെഴുത്ത് അല്ലെ കറുത്ത നിറത്തിലെഴുത്താണ്. അതൊന്ന് തൊട്ടോ. എന്നാ സബ്സ്ക്രൈബ് ആയി. എന്നാ പിന്നെയും ഇങ്ങനത്തത് കേട്ട് ഒത്തിരിക്കാൻ നിങ്ങൾക്ക്. നിങ്ങളെ പൊരയിലെ മക്കളെ അടക്കേ നിങ്ങള്. ഞാൻ തമാശ പറയുന്നതല്ല കേട്ടാ. നമ്മക്ക് പിന്നെ ഇവിടെ കാലം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വലിയ കത്തിയാണ് അതേച്ചും പോന്നെ. ആരും പോണ്ടേനും പഠിച്ചാൽ അടക്കാൻ പറ്റൂല. നിങ്ങളെ പൊരയിലെ മക്കളെ അടക്കാൻ പറ്റൂല. ഓക്കെ മക്കൾ, ബാക്കി ഞാൻ ഷോർട്ട് വീഡിയോസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഷോർട്ടാക്കി പറഞ്ഞുതരാം. ഓക്കെ.